മന്ത്രി മോൻസ് ജോസഫാണ് ഇന്ന് ന്യൂസ് 18 കേരളത്തോടൊപ്പം ചേരുന്നത്. നമസ്കാരം. എന്തായാലും വകുപ്പുകളും കിട്ടി എന്താണെന്നുള്ളത് അല്ലേ? ജലസേചനം, അതുകൊണ്ട് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റ്. ശരിക്കും പറഞ്ഞാൽ UDF സർക്കാരിൽ ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത്. നേരത്തെ LDF സർക്കാരിൻ്റെ ഭാഗമായിരുന്നുവല്ലോ. എങ്ങനെയാണ് ഈ തിരിച്ചുവരവിനെ കാണുന്നത്? ഇപ്പോൾ അന്ന് ഒരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു അല്ലെ, യുവാവായ മോൻസ് ജോസഫ് എന്ന രീതിയിലാണ്, ഇപ്പോൾ കൂടുതൽ പരിചയസമ്പന്നൻ എന്ന രീതിയിലാണ്. തീർച്ചയായും UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് തന്നെ കേരള ജനത വലിയ പ്രതീക്ഷയോടെ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരാണ്. തകർന്ന കേരളത്തെ അല്ലെങ്കിൽ തകർച്ച നേരിട്ട ജനങ്ങൾക്ക് എല്ലാ രംഗത്തും ഉണ്ടായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു നീണ്ട പരാതികളുടെ പട്ടികയാണ് കേരളം മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മോചനം, ഒരു രക്ഷയുണ്ടാകണമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ ഏറ്റവും തിളക്കമാർന്ന ഒരു വിജയം UDFന് നൽകി. അപ്പോൾ വളരെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളെ സ്നേഹിക്കുവാനും ജനങ്ങളെ നല്ല സേവനം കൊടുക്കുവാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു സർക്കാർ എന്നാണ് ഈ 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിനെ കാണാൻ കഴിയുക. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും നല്ല നിലയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാനും കേരളത്തെ ഒരു വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ശരി, ഇനി പ്രതീക്ഷകളുടെ ഒരു കാലമാണ്. അതിനു മുൻപ് നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ മോൻസ് ജോസഫ് എന്ന വ്യക്തിയിലേക്കും രാഷ്ട്രീയക്കാരിലേക്കും പോകുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്? കേരള കോൺഗ്രസ് എൻ്റെ ഒരു മണ്ണാണ്. നമ്മളെല്ലാം താമസിക്കുന്ന കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, മുളക്കുളം, പെരുവ, അങ്ങനെ കടുത്തുരുത്തി മണ്ഡലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശങ്ങളെല്ലാം കേരള കോൺഗ്രസിൻ്റെ തട്ടകങ്ങളായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം മനസ്സിലിങ്ങനെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന കരുത്തുറ്റ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു അഭിമാനം തീർച്ചയായിട്ടും പ്രത്യേകിച്ചും കർഷകരും സാധാരണക്കാരും ഇടത്തരക്കാരും ഉള്ള ജനവിഭാഗങ്ങളെല്ലാം അന്ന് കേരള കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനെ പാർട്ടി കരുത്തോടെ ശക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പഠന കാലഘട്ടം. ഞങ്ങളങ്ങനെ അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സത്യത്തിൽ സ്കൂളിൽ പഠിക്കുമ്പം എല്ലാം മാനേജ്മെൻറ്റ് സ്കൂളുകളായതുകൊണ്ട് കടുത്തുരുത്തിലെ ഹൈസ്കൂൾ അടക്കം അവിടെ ഒരു സജീവ രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസരം എവിടെയുമില്ല. അപ്പോൾ നമുക്ക് പിന്നെ അവിടെ എങ്കിൽ പോലും കേരള കോൺഗ്രസ് ശക്തമായിരുന്നതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന KSCയെ കുറിച്ച് അന്ന് തന്നെ നമ്മുടെ എല്ലാം മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ KSCയുടെ ഞാനിപ്പോൾ ഓർക്കണം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം KSCയുടെ മെമ്പർഷിപ്പ് എടുത്തു. പക്ഷേ പുറത്ത് സ്കൂളിൽ വെച്ച് എല്ലാവരും കിട്ടി, നമ്മളും അതെടുത്തു. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമ്മളോട്ട് അതിനുള്ള ശ്രമിച്ചിട്ടുമില്ല. പിന്നെ തലയോലപ്പറമ്പ് DB കോളേജിൽ പ്രീ ഡിഗ്രിക്ക് വരുമ്പോൾ KSCയുടെ സജീവ പ്രവർത്തകനായി മാറി. തുടർന്ന് കോട്ടയം ബെസലിസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് KSCയുടെ യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് എൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ അവിടെ ആദ്യത്തെ വർഷം തന്നെ കോളേജ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയായി മത്സരിച്ചു, ജയിച്ചു. അത് KSU KSC മുന്നണിയായിരുന്നു. അങ്ങനെ സത്യൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ തുടക്കം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. വീണ്ടും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ 2ാം വർഷം ഫൈനൽ ഇയർ ആയപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാനായി മത്സരിക്കാൻ അവസരം കിട്ടി. സാധാരണ KSUവിൻ്റെ ചെയർമാനാണ് മത്സരിക്കുന്നത്. പക്ഷേ ആ പാനൽ നയിക്കുന്നതിന് പൊതുവെ സമ്മതിച്ച് തന്നെ അന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ KPCC സെക്രട്ടറി ആയിരിക്കുന്ന PS സലീമായിരുന്നു എനിക്ക് മുമ്പ്. ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ചെയർമാൻ PS സലീമായിരുന്നു. 80കളിലല്ലേ ഇത്? 81, 84. അപ്പോൾ സലീം ഉൾപ്പെടെയുള്ള ടീം അന്ന് CK ജീവൻ കോട്ടയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന കാലമാണ്. ഫൈനൽ വേർഡ് ഉമ്മൻചാണ്ടി സാറായിരുന്നു. അപ്പോൾ അങ്ങനെ പാനൽ നയിക്കുന്ന എന്തുകൊണ്ടും ഞാൻ വരുന്നത് നല്ലതാണ് എന്ന് ഇവരെല്ലാം ചേർന്നൊരു ധാരണയിലേക്ക് എത്തിയതുകൊണ്ടും അങ്ങനെ ഭാഗ്യം കിട്ടി. കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് മത്സരിച്ചു, ഭാഗ്യവശാൽ ജയിച്ചു. അങ്ങനെ ആണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി മുന്നോട്ട് വരാൻ അവസരം. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും KSCയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി. പിന്നെ കോട്ടയം ജില്ലാ ഭാരവാഹിയായി വന്നു, സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് വന്നു. പിന്നീട് KSCയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. അപ്പോൾ KSC യൂണിറ്റ് പ്രസിഡന്റ് മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെ വരാൻ കഴിയുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സജീവമായി പ്രവർത്തിച്ച് വരാൻ കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു. അതെങ്ങനെയാണ് താങ്കളുടെ കുടുംബ പശ്ചാത്തലം ഈ രാഷ്ട്രീയത്തിന് അനുകൂലമായിരുന്നോ? തീർച്ചയായിട്ടും. എൻ്റെ ഫാദർ ഒരു രാഷ്ട്രീയത്തെ ഏറ്റവും കൂടുതൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിട്ടുള്ള ആളാണ്. പക്ഷെ കുറച്ച് റേഷൻ കടയുണ്ട്. അപ്പോൾ കടയുടെ കാര്യങ്ങളെല്ലാം നോക്കി നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ പിന്നീട് അദ്ദേഹം തുടർന്നില്ല. പക്ഷേ പ്രാദേശികമായ കാര്യങ്ങളിൽ അവിടുത്തെ ഈ എല്ലാ പൊതുപ്രസ്ഥാനങ്ങളുടെയും മുൻപന്തിയിൽ ചാച്ചനെല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡൻ്റായിരുന്നു, മാതൃഭൂമി സ്റ്റഡി സർക്കിളിൻ്റെ രക്ഷാധികാരിയായിരുന്നു, വോളിബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. എല്ലാ പൊതുപ്രശ്നങ്ങളുടെയും മധ്യസ്ഥനായി എപ്പോഴും വരാൻ ഇടയുണ്ടായിരുന്ന ഒരാളാണ്.
അപ്പോൾ അങ്ങനെ ഒരു എല്ലാ മനുഷ്യർ ഇപ്പം ഒരുപാട് ആളുകൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിലോട്ട് വരുന്നതും അവരെയെല്ലാം കാര്യമായി ഒന്നുമല്ലെങ്കിൽ സാമ്പത്തിക സഹായിക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് അരി മേടിക്കാനായിരിക്കാം, അവരെയൊക്കെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ്റെ ഒരു ചിത്രം എൻ്റെ ഫാദറുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കടക്കാൻ ഒരു പ്രചോദനമായതും എൻ്റെ പിതാവ് തന്നെയാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ പോകുന്നതെന്ന് അച്ഛനൊന്നും ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ മൂത്തയാളായിരുന്നു. അപ്പം ഒരു ജോലി കിട്ടി എവിടെയെങ്കിലുമൊക്കെ വരിക, മറ്റുള്ളവർക്കും അതൊരു മാതൃകയാകുക, അവരെല്ലാവരും ആഗ്രഹിച്ചതാണ്. പക്ഷേ അതിനുവേണ്ടി എന്നാൽ തടസ്സപ്പെടുത്തിയില്ല. ഞാനിപ്പോൾ ആദ്യം കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രഹസ്യമായിട്ടാണ്. പത്രത്തിൽ ഇത് വരുമ്പോഴാണ് പിന്നെ മത്സരത്തിൽ സ്ഥാനാർത്ഥിയാണെന്നുള്ളതെല്ലാം വരുന്നു. അപ്പം ഏതായാലും പിന്നെ അതിന് വഴക്കൊന്നും പറഞ്ഞില്ല. എൻ്റെ ഫാദറിന് പേടിയായിരുന്നു, എങ്കിലും വഴക്കൊന്നും പറഞ്ഞില്ല. രസകരമായ കാര്യം, എല്ലാ ദിവസവും കോളേജിൽ പോകാനായിട്ട് പൈസ മേടിക്കുന്നത്, വണ്ടിക്കൂലി അടക്കം മേടിക്കുന്നത് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് രാവിലെ മേടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അത് ഈ പഠന കാലഘട്ടം കഴിഞ്ഞപ്പോഴും അത് അങ്ങ് തുടർന്നു. രാവിലെ കടയിൽ പോയി അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പൈസ മേടിക്കും, അത് അച്ഛൻ തരുകയും ചെയ്യും. അങ്ങനെ നമ്മളങ്ങനെ എപ്പോഴും എന്നതുപോലെ വീടിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയി. പാതിരായ്ക്ക് പിന്നെ നമ്മളങ്ങ് സജീവമായി കഴിഞ്ഞാൽ പിന്നെ പഠനമൊക്കെ നിർത്തി എല്ലാം ഇതിലേക്കെന്ന് പറഞ്ഞ ഒരു രീതിയിലായി. ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ചൊന്നും ആ സമയത്ത് ഒരു ആലോചന, അന്നേരം ഒരു രാഷ്ട്രീയത്തിലേക്കായിരുന്നു, മുഴുവൻ സമയ രാഷ്ട്രീയത്തിൻ്റെ ലൈനിലേക്ക് പോയി. പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ തോന്നി ഞാൻ അങ്ങനെ പോയാൽ ഇത് എങ്ങും എത്താത്തൊരവസ്ഥയിൽ. ഇടയ്ക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് PG പഠിക്കുമ്പോൾ ആ പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ രാഷ്ട്രീയത്തിൻ്റെ തീവ്രതയിൽ മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് തന്നെ ഇതൊരു, അപ്പോൾ വീട്ടിൽ നിന്നുള്ള ഞാനിങ്ങനെ പോയാൽ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ഞാൻ സ്വയം ചിന്തിച്ചൊരു ഘട്ടമുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊരു BEd എടുത്തിട്ട് MA കംപ്ലീറ്റ് ചെയ്യുക, BEd എടുക്കുക, എന്നിട്ട് അധ്യാപകനായിട്ട് വരിക. അപ്പോൾ രാഷ്ട്രീയം തുടരുകയും ചെയ്യാം. അധ്യാപകർ കേരള കോൺഗ്രസ്സിൽ ഒരുപാട് പേര്, ഒലൂക്കോ സാർ പ്രൊഫസറായിട്ട് അടുത്തിരുത്തിയിരിക്കുന്നു, CF തോമസ് സാർ അധ്യാപകനാണ്, ഒരുപാട് അധ്യാപകർ കേരള കോൺഗ്രസ്സിൽ ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ തോന്നി. എനിക്കാണെങ്കിൽ ഇപ്പം അങ്ങനെ പഠിപ്പിക്കുന്നതെല്ലാം ഇഷ്ടമായിരുന്നു. ഞാൻ പള്ളിയിൽ സജീവമായിരുന്നു. വീണ്ടും ഞാൻ എൻ്റെ സഹപ്രവർത്തകരും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു, ഈ അധ്യാപകൻ BEd ഒക്കെ എടുത്തതിന് ശേഷം ജോലി കിട്ടാൻ ഉറപ്പില്ലല്ലോ. അപ്പോൾ നമ്മളൊന്നും ഹൈ ക്ലാസ്സിൽ പാസ്സായിരിക്കുന്ന ആളുകളുമല്ല, അപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എളുപ്പമല്ല. അപ്പോൾ നമ്മൾ പഠിച്ചെല്ലാം പിന്നെ നമുക്ക് ഇത് കൂടുതൽ വലിയ തുകയെല്ലാം കൊടുത്ത് ജോലി മേടിക്കാനായിട്ടുള്ള അത്രയും വലിയ സാമ്പത്തികം മുടക്കാൻ വീട്ടിലൊന്നും അതിനൊന്നും കഴിയുമായിരുന്നില്ല. അല്ല, അത്രയും രൂപ എനിക്ക് വേണ്ടി മാത്രം മുടക്കിയാൽ അതുകൊണ്ട് തന്നെ വീട് ബാധ്യതയിലാവും. ഫാദറിനെ ഒന്നും അങ്ങനെ കഷ്ടപ്പെടുത്താൻ പഠിപ്പിക്കാനൊക്കെ നമുക്ക് വേണ്ടി അവസരം തന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചില്ല. എനിക്ക് എൻ്റെ ഒരു ആൻറ്റി, ചാച്ചൻ്റെ പെങ്ങളുണ്ട്, ബാംഗ്ലൂരിലെ നഴ്സിംഗ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിയാണ് പിന്നീടുള്ള സന്ദർഭങ്ങളിൽ ഈ രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാനുള്ള ഒരു നിലയിൽ സാമ്പത്തികമായി പിന്നെ സഹായിച്ചുകൊണ്ട്. അത് വീട്ടിലറിഞ്ഞുകൊണ്ടല്ല, അധ്യാപനായില്ല. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പം ഒരു തൊഴിൽ ഉറപ്പ് വേണമല്ലോ, പൈസ കൊടുക്കാതെ നമുക്കൊരു ജോലി കിട്ടാനുള്ള സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ കാലങ്ങൾക്ക് ശേഷം LLBക്ക് ചേരാനുള്ള ഒരു ശ്രമം നടത്തുന്നതും. വക്കീലായാൽ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. കാരണം ഒന്നുകിൽ രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ തന്നെ വക്കീലായാൽ വിജയിക്കുമെന്നൊരു ബോധ്യം എനിക്ക് തോന്നി. കാരണം ആ രംഗത്ത് നമുക്ക് പണിയെടുത്താൽ തീർച്ചയായിട്ടും കേസ് കിട്ടും, കാര്യങ്ങൾ നടത്താൻ നല്ലൊരു വക്കീലായി മാറാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. അത് കറക്റ്റായിരുന്നു. അങ്ങനെ LLBക്ക് ഞാൻ തിരുവനന്തപുരത്ത് നാരായണനാഥ് സാറിനെ കണ്ടു. ആദ്യത്തെ വർഷം കുറേ നടന്നിട്ട് അഡ്മിഷൻ കിട്ടിയില്ല. അത് PG ജോസഫ് സാർ റെക്കമെൻഡ് ചെയ്തു, ഒലൂക്കോ സാർ റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ ഒരു കോട്ടായിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ KSUയുടെ കോട്ടായിൽ എനിക്ക് LLBക്ക് അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരത്തേക്ക് നമ്മുടെ തട്ടകം മാറി, ലോ അക്കാഡമി ലോ കോളേജിൽ LLBക്ക് വന്നു. അങ്ങനെ 95 ഫൈനൽ ഇയർ വന്ന് നമ്മൾ LLB പാസ്സായി. അപ്പോൾ അതെനിക്കൊരു വലിയ ആശ്വാസമായിരുന്നു. അപ്പോൾ അതുവരെ എന്താണ് ഇനി ഭാവി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കുഴപ്പത്തിലാവുമോ എന്ന് ഭയപ്പെട്ടിരുന്നെങ്കിലും ഈ LLB പാസ്സായി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തു. അപ്പം ഒരു വക്കീലായി പ്രാക്ടീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തുടങ്ങുമ്പം എൻ്റെ ഒരു കണക്കൂട്ടൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വക്കീലാകാൻ കഴിയും. അപ്പോൾ ഓഫീസ് കാര്യങ്ങൾ ഇത് 96 96 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSUയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് നിയമസഭാ സീറ്റ് കിട്ടാനുള്ളൊരു ഭാഗ്യം പെട്ടെന്നുണ്ടായി. അതൊരു അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു അന്ന് താങ്കൾ അങ്ങനെ ഒരു പ്രതീക്ഷ? ഞാൻ അങ്ങനെ പെട്ടെന്ന് ആ വർഷം സീറ്റ് കിട്ടും നമ്മൾ ആഗ്രഹമൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും നമുക്കവിടെ കടുത്തുരുത്തിലൊരു സാധ്യതയുണ്ടായിരുന്നു. താങ്കളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച, രാഷ്ട്രീയ ജീവിതം മാറ്റിമറിച്ച ഒരു വർഷമായിരുന്നു 96. അതെ. അപ്പോൾ അവിടെ ആ വർഷം അവിടെ മത്സരിക്കാൻ വേണ്ടി ഒലൂക്കോ സാർ ആഗ്രഹിച്ചിട്ടുണ്ട്, CPMൽ KK ജോസഫേട്ടൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ഡലം അതിന് തൊട്ട് മുമ്പ് EJ ലൂക്കോസ് ആയിരുന്നു മത്സരിച്ചിരുന്നത്. സീനിയർ നേതാക്കളാണ് ഇവരെല്ലാം.
അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇനി ആ മണ്ഡലം വിട്ട് അന്ന് പുതുപ്പള്ളി സീറ്റ് ഏറ്റെടുക്കണം എന്നൊരാവശ്യം പാർട്ടിയിൽ ഉയർന്നു. അന്ന് കോട്ടയം ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് ടി വി എബ്രഹാം, അദ്ദേഹം കുറേ നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പോൾ ടി വി എബ്രഹാം ഞാനുമായിട്ട് നല്ല സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഒരുപോലെ, അദ്ദേഹം പിന്നെ LLBക്ക് പഠിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം കോട്ടയം ജില്ലാ കൗൺസിൽ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചാൽ പഠിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥാനാർത്ഥികളെയും വിലയിരുത്തി. CPM മത്സരിച്ചാൽ അവിടെ ജയിക്കുകയില്ല, കേരള കോൺഗ്രസ് മത്സരിച്ചാലും ജയിക്കാവുന്ന കാൻഡിഡേറ്റ് KAC പ്രസിഡൻ്റായി ഒരു യുവത്വത്തിൻ്റെ പ്രാതിനിധ്യം എന്ന നിലയിൽ മത്സരിക്കാനൊരവസരം വന്നാൽ നല്ലതാണ് എന്ന നിലപാടെടുത്തത് P. ജോസഫ് സാറാണ്. അപ്പോൾ പാർട്ടിയിലെ മറ്റ് ഭൂരിപക്ഷ നേതാക്കളും എന്നോട് യോജിച്ചു. അങ്ങനെയാണ് 96-ൽ മത്സരിക്കാൻ വന്നപ്പം അതും അതിനേക്കാൾ പ്രശ്നമായി. CPM പിന്മാറി. KK ഹോസ്പിറ്റൽ മത്സരിക്കുന്നില്ല എന്നൊരു നല്ല തീരുമാനം എടുത്തു. അദ്ദേഹം EJ ലൂക്കോസ് സാറ് മാറുന്നു. പക്ഷേ ലൂക്കോസ് സാറിന് കുറച്ച് പരിഭവം ഉണ്ടായി. ടി വി എബ്രഹാം പുതുപ്പള്ളി കിട്ടാത്തതിൽ പരിഭവം ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുടെ നടുവിലാണ് സദ്യയിൽ ഇലക്ഷനിലേക്ക് പോകുന്നത്. UDFിലും വലിയ അന്ന് പ്രശ്നങ്ങളാണ്. UDFിൽ കേരള കോൺഗ്രസ് അന്ന് വിളരുകയാണ്. അപ്പോൾ അന്ന് TM ജേക്കബിൻ്റെ കൂടെ അന്നത്തെ MLA ആയിരുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് PM മാത്യു നിലപാടെടുക്കും. PM മാത്യു അവിടെ അപ്പോൾ UDFിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റായി TM ജേക്കബ് ഇടപെട്ട് ലീഡർ K. കരുണാകരൻ വഴി അന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നമ്മുടെ KM മാണി സാറിൻ്റെ സീറ്റായിരുന്നു എന്നുള്ളത് കൊണ്ട് സിറ്റിംഗ് സീറ്റ് എന്ന നിലയിൽ അവകാശവാദം ഉന്നയിക്കുന്നു. മാണി സാറും അവിടെ തർക്ക വിഷയമായി മാറി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ മാണി സാർ ചെയ്തു, CPMൽ നിന്ന് 2 പ്രാവശ്യം സ്വതന്ത്രനായി ജയിച്ച PC തോമസ് സാറുണ്ട്. അത് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു, എൻ്റെ ഗുരുനാഥനാണ്. അപ്പം PC തോമസ് സാറിനെ മുൻ MLA എന്ന നിലയിൽ അവിടുത്തെ സ്വാധീനം വെച്ച് PM മാത്യു അവിടുത്തെ മുൻ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി മുൻ MLA ആയ LDFിലെ PC തോമസ് സാറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്പോൺസർഷിപ്പിൽ മാണി സാറിൻ്റെ അറിവോടെ അനുഗ്രഹാശിസോടെ മത്സരിപ്പിച്ചു. അപ്പം അവർ 2 മുൻ MLAമാരോടാണ് അപ്പം ഞാൻ നേരിടേണ്ടി വരുന്നത്. അപ്പം കൃത്യമായ ത്രികോണ മത്സരമായി. അന്ന് മാണി സാറിൻ്റെ വളരെ മനോഹരമായൊരു പ്രയോഗമുണ്ട്. അന്ന് കേരള കോൺഗ്രസ് M മത്സരിക്കുന്ന 10 സീറ്റിലാണ്. അന്ന് മാണി സാർ കടുത്തുരുത്തിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 10 മുട്ട ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷേ വിരിയുന്നത് 11 ആയിരിക്കും. 11 മുട്ട വിരിയും എന്ന് പറഞ്ഞാൽ 10 ഒഫീഷ്യൽ മാണി ഗ്രൂപ്പിൻ്റെ സീറ്റുകൾ, 11ാമത്തെ മുട്ട പിന്നെ കടുത്തുരുത്തിയാണ്. അപ്പോൾ 11 മുട്ട വിരിയും എന്ന് പറഞ്ഞെങ്കിലും കടുത്തുരുത്തി ഏതായാലും മുട്ട വിരിഞ്ഞില്ല. അത് P. ജോസഫിൻ്റെ പിന്നെ മുട്ടയാണ്. ആദ്യം താങ്കൾ തുടങ്ങിയ സമയത്തൊക്കെ KM മാണി ആയിരുന്നില്ലേ റോൾ മോഡൽ? ഇല്ല, മാണി സാർ നമ്മൾ അങ്ങനെ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ്സിൽ സത്യം പറഞ്ഞ് കേരള കോൺഗ്രസ്സുള്ളൂ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിതാവിനെ തന്നെയാണ് എൻ്റെ മുഖമായി ഞാൻ കണ്ടിട്ടുള്ളത്. മാണി സാറിനെയൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു, P. ജോസഫ് സാറിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ നേതാക്കളെ എല്ലാം നമ്മളിങ്ങനെ കണ്ടു. TN ജയിക്കപ്പോൾ R. ബാലകൃഷ്ണപിള്ള, ഈ 4 നേതാക്കളാണ് കേരള കോൺഗ്രസ്സിൽ ഞങ്ങളുടെ എല്ലാം തുടക്കത്തിൽ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. അപ്പോൾ അവരോടെല്ലാം സ്നേഹപൂർവ്വം ഇങ്ങനെ അടുത്തിടപെട്ട് കൂടുതൽ പരിചയപ്പെടാനും ഒക്കെ അവസരം കിട്ടിയപ്പോൾ വ്യക്തിപരമായി പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് P. ജോസഫ് സാറിനെയാണ്. താങ്കൾ കൂടുതൽ അതിലേക്ക് അതേ തുടർന്ന് ജോസഫ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കേരള കോൺഗ്രസ് പിളരുമ്പോൾ ആ തുടക്ക കാലഘട്ടത്തിൽ അവിടെ മാണി ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. തുടങ്ങിയ സമയത്ത് മാണി ഗ്രൂപ്പ് അന്ന് ജോസഫ് ഗ്രൂപ്പ് ഒന്നും നമ്മുടെ ആ ഭാഗത്തൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ അങ്ങനെ തുടക്കം. പിന്നെ കേരള കോൺഗ്രസ് യോജിച്ചപ്പോൾ പിന്നെ സംയുക്ത പാർട്ടിയായിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിളർപ്പില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ മാണി ഗ്രൂപ്പായിട്ട് ഞങ്ങളെല്ലാവരും ആദ്യം നിന്നിട്ടുണ്ട്. കാരണം അവിടെ ആ രീതിയിലാണ് എല്ലാവരും കേരള കോൺഗ്രസ് M ആണ്, കാരണം വേറെ J ഇല്ല. പക്ഷേ ഞങ്ങൾ പിന്നീട് വന്നാണ് അവിടെ J എല്ലാം രൂപീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നു. പിന്നീടുള്ള കേരള കോൺഗ്രസ് പിളർപ്പിൽ P. ജോസഫ് സാറിൻ്റെ കൂട്ടത്തിൽ നിലപാടെടുക്കുന്നു. ആ നിലപാടെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ ഈ 10-45 വർഷക്കാലം ഇതുവരെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് P. ജോസഫ് സാറിനോടൊപ്പം അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാ കാലഘട്ടങ്ങളിലും കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ പാർട്ടി യോജിച്ച സമയത്ത് താങ്കൾ പക്ഷേ വീണ്ടും KM മാണി നിങ്ങളുടെ പാർട്ടിയുടെ ചെയർമാനായി, മാണി സാർ ചെയർമാനായി. അപ്പോഴും താങ്കൾക്ക് വൈകാരികമായ അടുപ്പം KM മാണിയോടായിരുന്നില്ല? അല്ല, അങ്ങനെയല്ല. യോജിച്ചപ്പം നമ്മുടെ 2010 യോജിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം സത്യസന്ധമായ ഒരു യോജിപ്പായിട്ടാകണ്ടേ. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ ഗ്രൂപ്പ് കളിക്കാനൊന്നും പോയിട്ടില്ല. അത് KM മാണി സാറിനെ പിന്നെ മുന്നേ നിർത്തിയുള്ള ഒരു രാഷ്ട്രീയം. മാണി സാറും ജോസഫ് സാറും ഒരുപോലെ നയിക്കുന്ന ഒരു ചിത്രം അതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആരും മാണി സാറിനോട് ഒരു അകൽച്ചയോ സ്നേഹപൂർവ്വം തന്നെയാണ് പോയിട്ടുള്ളത്. ഈ 2019 മാണി സാറിനോട് നമുക്കൊരു ആരാധനയായിരുന്നു, ജോസഫ് സാറിനോടും ആരാധനയായിരുന്നു. രണ്ടുപേരും നല്ല നേതാക്കളെന്ന നിലയിൽ അവർ ഒന്നിപ്പിച്ച് നിർത്തി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അത് പല ഘട്ടങ്ങളിലും സത്യം പറഞ്ഞാൽ പിളർപ്പിൻ്റെ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ തവണ ഇപ്പോൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒരു 90 മുതൽ അല്ലെങ്കിൽ ഒരു 85 മുതൽ താങ്കളുണ്ട് എല്ലാത്തിനും ദൃക്സാക്ഷിയായിട്ട്.
ഒടുവിൽ താങ്കൾക്ക് ഒരു മന്ത്രിപദം കിട്ടുന്നത് പോലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു വലിയൊരു ഡ്രാമ എന്ന് പറയുന്ന രീതിയിലായിരുന്നു. ആ ഒരു ദിവസമുണ്ടല്ലോ, അതിന് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രത്തിൻ്റെ ഒരു ഏടെന്ന രീതിയിൽ തന്നെ പറയാമല്ലോ അല്ലേ ആ രാത്രിയെ? അല്ല, ഞാൻ ആ രാത്രിയിൽ നമ്മൾ കണ്ടുമുട്ടിയത് ഞാൻ ഓർക്കുകയാണ്. അത് 2007 നമ്മുടെ കൊച്ചിയിലെ സരോവരം ഹോട്ടൽ. അപ്പം അതൊരു വലിയ കഥയാണ്. പാർട്ടി ചെയർമാൻ നിസ്സഹായാവസ്ഥയിലായി എന്നുള്ളതാണ് എൻ്റെ സത്യം. കാര്യം ടി യു കുരുളച്ചേട്ടൻ രാജിവെച്ചപ്പോൾ എന്നെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് ജോസഫ് സാർ ആദ്യം വാക്ക് തരികയും, കാരണം സ്വാഭാവികമായിട്ട് ഞാനാണ് ആകേണ്ടത്. അതിനു മുമ്പ് 2-3 ടൈം MLA ആയിട്ട് വരാനുള്ള 2 ടൈം MLA ആയല്ലോ. അപ്പോൾ 96 മുതൽ MLA ആയിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് പറയണം. അപ്പോൾ അന്ന് സുരേന്ദ്രനുള്ള ഒരു ഇടക്കാലത്ത് 2-3 വർഷത്തേക്ക് ആയിട്ടുള്ളൂ. പിന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് കോട്ടയത്ത് നിന്ന് മന്ത്രിയെ വരുന്നു എന്നൊക്കെയുള്ള വെച്ച് ഏതായാലും അത് പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശക്തമായി വിവിധ നേതാക്കൾ ആ ഒരു വിഷയത്തിൽ പിന്നെ സുരേന്ദ്രപിള്ളയെ മന്ത്രിയാക്കിയാലോ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പോൾ ജോസഫ് സാർ എല്ലാവരെയും പരിഗണിക്കേണ്ടി വന്നപ്പം എന്നോട് ആദ്യമേ വാക്ക് പറയുകയും ഞാനാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തെങ്കിലും പിന്നീടൊരു തർക്ക വിഷയങ്ങളായിട്ടത് മാറി. അങ്ങനെ വന്നപ്പോൾ പാർട്ടിയുടെ കുറേ സമയം മുന്നോട്ട് പോയി. അപ്പോൾ LDF വീണ്ടും അന്ന് തോമസ് ഐസക്, MV ജികുമാറൊക്കെ PWD കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അന്ന് വന്നു. പിന്നെയാണ് മന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി കൊച്ചിയിൽ യോഗം ചെയ്തത്. അപ്പോൾ അവിടെ മന്ത്രിസ്ഥാനം കിട്ടുന്ന ആദ്യ ആൾ എന്നുള്ള ചരിത്രത്തിൽ പാർട്ടിയുടെ ആഭ്യന്തര രഹസ്യങ്ങൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് അവിടെ അത് പരസ്യമായ കാര്യം, അത് വേറെ കാര്യം. അന്ന് നടന്നത് എന്താണെന്ന് ഏതായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് പാർട്ടി ചെയർമാൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പാർട്ടി ചെയർമാൻ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നു മോൻസി ജോസഫ് ആയിരിക്കും മന്ത്രി എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത്രയും ഭാഗം മാത്രമേ ലോകത്തിൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളൂ. അത്രയും ഭാഗമേ ഞാനും പറയുള്ളൂ. അത് വെളിയിൽ പറയേണ്ടതല്ലേ? കാരണം അന്ന് നറുക്കിട്ടോ, ആ നറുക്കെടുപ്പിലൂടെയാണോ താങ്കൾ മന്ത്രിയായത്? അതിനു മുമ്പ് ബൈബിളിൽ കൈവച്ച് സത്യം ചെയ്യിച്ചു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം നടന്ന സംഭവം തന്നെയല്ലേ? അല്ല, ഇതൊന്നും അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയാത്ത പാർട്ടി അച്ചടക്കം എന്നെ അത് വിലക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആ ഒരു പാർട്ടി അച്ചടക്കത്തിനുള്ളിൽ എന്നും നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അതിലെന്നോട് ക്ഷമിക്കുക. അത് പലതരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായെന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിവിധ നേതാക്കൾ ഇതിന് അർഹതപ്പെട്ടവരായിട്ട് വന്നാൽ അത് പരിശോധിക്കേണ്ടത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട കാര്യമാണ്. നറുക്കിടുന്നത് കുറ്റമൊന്നുമല്ല. അല്ല, അത് കുറ്റാന്നല്ല ഞാൻ പറഞ്ഞു. എങ്കിലും പ്രൊസീജിയറുകൾ എന്താണ് അവിടെ നടന്നത് എന്ന് ഇപ്പം ഞാൻ വിശദീകരിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും മന്ത്രിയെ തീരുമാനിച്ചു, മന്ത്രിയെ ചെയർമാൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് ആരും തടസ്സം പുറത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പം പിന്നെ അത് പാർട്ടിയുടെ ഏകീകരണമായ താങ്കളുടെ മന്ത്രിസ്ഥാനം പോലും പിന്നീട് ത്യജിച്ചുകൊണ്ടുള്ള ഒരു ലയനമാണ് പിന്നീട് നടന്നത് അല്ലേ? അല്ല അതല്ല, തിരിച്ചു വന്നു അദ്ദേഹം. പക്ഷേ എങ്കിലും പിന്നീട് LDFൽ നിൽക്കുകയായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതാ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിലപാടുകളാണല്ലോ. മന്ത്രിസ്ഥാനവും ബാക്കിയെല്ലാം വന്നും പോയി നിൽക്കും. അത് നമുക്ക് ഓരോ സാഹചര്യങ്ങൾ. ഇപ്പം ഞാൻ ആദ്യം മന്ത്രിയായത് എനിക്കെന്തെങ്കിലും പ്രതീക്ഷയുള്ള സമയത്താണ്, അല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് കിട്ടേണ്ട കാര്യമുണ്ടോ? പക്ഷേ എന്തുകൊണ്ട് കിട്ടി? ഭാഗ്യമാണല്ലോ. അല്ല കിട്ടാതെ പോയാൽ എന്ത് ചെയ്യും? സ്ഥാനം പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഇപ്പം എനിക്കല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് കിട്ടിയെന്ന് പറയാം. അപ്പോൾ അതൊക്കെ അപ്രതീക്ഷിതമായി വരുന്നതോ സ്വാഭാവികമായി വരുന്നതോ എല്ലാം കാണാം, രാഷ്ട്രീയമാണ്. പക്ഷേ നിലപാട് നമ്മളെടുത്തത് കേരള കോൺഗ്രസ് യോജിപ്പിൻ്റെ സമയത്താണ്. ഞാൻ മന്ത്രിസ്ഥാനം മാറുന്നത് PJ ജോസഫ് സാറ് വീണ്ടും അദ്ദേഹത്തിൻ്റെ തിരികെ വന്നപ്പോഴാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ആ നിമിഷം തന്നെ രാജിവെച്ചു. അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേരള കോൺഗ്രസിന് യോജിപ്പെന്ന വിഷയം വരുന്നത്. അപ്പോൾ KM മാണി സാറും PJ ജോസഫ് സാറും ഒന്നിച്ച് പോകാനുള്ള തീരുമാനത്തിലേക്ക് വന്നപ്പോൾ പാർട്ടിയുടെ നേതൃത്വം ആലോചിച്ചു, LDF വേണോ UDF വേണോ? അപ്പം UDF നിൽക്കാമെന്നുള്ള നിലപാടിലേക്ക് വന്നു. അത് KM മാണി സാറിൻ്റെ കൂടി ഒരു പ്രപ്പോസലായിരുന്നു, UDF നിൽക്കാം. നിങ്ങൾ ഒരു ഘട്ടത്തിൽ കടുത്തുരുത്തിയിൽ നിന്ന് മാറുവാൻ ആലോചിച്ചിരുന്നോ? ഇല്ല. അങ്ങനെ വാർത്തകളുണ്ടായിരുന്നു അന്ന് ഏറ്റുമാനൂർ തിരഞ്ഞെടുക്കുമെന്നൊക്കെ? ഇല്ല, ഞാൻ ഏറ്റുമാനൂർക്കാർ എപ്പോഴും ആവശ്യപ്പെടുമായിരുന്നു ഏറ്റുമാനൂർ മത്സരിക്കാനായിട്ട് വരുന്നതിനെ കുറിച്ച് പറയുക, സ്വാഗതം ചെയ്തിട്ടുണ്ട്, നല്ല ഭൂരിപക്ഷത്തിൽ ബിജെപി എപ്പോഴും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്തുരുത്തിയിലേക്ക് വരുമെന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഞാൻ സ്വാഗതം ചെയ്തല്ലോ. അത് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, മത്സരിക്കാം. ഞാനതിന് അതിൻ്റെ പേര് കടുത്തുരുത്തിയിലേക്ക് മാറുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിലപാട് കോട്ടയത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, എൻ്റെ തട്ടകം കടുത്തുരുത്തിയാണ്. കടുത്തുരുത്തിയിലെ ജനങ്ങൾക്ക് എന്നെ തുടർന്ന് MLA ആക്കാനാണ് നിലപാടെങ്കിൽ ഞാൻ ജയിക്കട്ടെ, എന്നെ ആക്കും. എൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ തന്നെ കടുത്തുരുത്തിയിൽ നിന്ന് ജയിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം വരുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹം വരട്ടെ, അദ്ദേഹം മത്സരിക്കട്ടെ.
പക്ഷേ അദ്ദേഹം പാലാ വിട്ട് കടുത്തുരുത്തിക്ക് പോരുമോ ഞാൻ കരുതുന്നില്ലെന്നും പറഞ്ഞു. അദ്ദേഹം സ്വന്തം തട്ടകം വിട്ടിട്ട് കടുത്തുരുത്തിലേക്ക് പലായനം ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ക്ഷീണമായിരിക്കില്ലേ എന്നൊരു ചോദ്യം സമൂഹത്തിന് മുമ്പിലുണ്ട്. എങ്കിലും ഞാനത് ചോദിച്ചില്ല. ഞാനത് അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹവുമായിട്ട് മത്സരിക്കുക എന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു മത്സരത്തിലും തീർച്ചയായിട്ടും ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസം എനിക്ക് കടുത്തുരുത്തിക്കാരൻ എന്ന നിലയിൽ ആ ജനങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് കൊണ്ട് ആ ജനവിഭാഗം എന്നെ കൈവിടില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൽ ഒരു തലമുറ മാറ്റം വന്നു കഴിഞ്ഞല്ലോ. ഇപ്പോൾ അബു ജോൺ ജോസഫ് പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് വന്നു കഴിഞ്ഞു. ഇതേ സമാനമായ ഒരു സാഹചര്യം മാണി ഗ്രൂപ്പിലും ഉണ്ടായിരുന്നല്ലോ ഒരു ഘട്ടത്തിൽ. പക്ഷേ അന്നൊക്കെ ഈ മാണി ഗ്രൂപ്പിൽ കണ്ടുവന്നിരുന്നത് ഇപ്പോൾ അധികാര സ്ഥാനത്തേക്ക് ജോസ് കെ മാണി വരുന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അധികാര സ്ഥാനത്തേക്ക് അബു ജോൺ ജോസഫ് വരണം. പക്ഷേ അദ്ദേഹം അതിന് അങ്ങനെ താല്പര്യം കാണിക്കാതെ താങ്കൾ തന്നെ തുടർന്നോട്ടെ എന്നുള്ളൊരു നിലപാടെടുത്തു. അത് അപൂർവതയല്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയ മാന്യതയാണ്. അത് പി ജോസഫ് സാർ എടുത്ത നിലപാട് തീർച്ചയായിട്ടും പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകരെ ചേർത്ത് പിടിച്ചു പോകാനുള്ള അദ്ദേഹത്തിൻ്റെ സമീപനമാണ്. ഒറ്റ കാര്യമുണ്ട്. ഇപ്പോൾ പി ജോസഫ് സാറിന് അബു ജോൺ ജോസഫിനെ ഒരു MLA-യോ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഒരു MP ഒക്കെ ആക്കണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ എത്രയോ നാളുകൾക്ക് മുമ്പ് ചെയ്യാം. അല്ല, ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ ചെയ്യാം. അപ്പോൾ പാർട്ടിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അപാകതയുണ്ട്. ഇപ്പം ഞാൻ 96 MLA ആകുന്നു, 6 ടൈം MLA ആകുന്നു. പാർട്ടിയിലെ പി ജോസഫ് സാർ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭ നയിക്കുമ്പം സാറിനോടൊപ്പം ഡെപ്യൂട്ടി ലീഡറായിട്ട് ഞാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ കേരള ജനതയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ സാർ ഒരു നീതിപൂർവമായ നിലപാടെടുത്തു എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. പക്ഷേ പി ജോസഫ് സാർ പറയും 6 ടൈം ആയെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് മാറിക്കോട്ടെ, അബു ജോൺ ജോസഫ് ആകട്ടെ എന്ന് പറഞ്ഞാൽ സാറ് തീരുമാനിച്ചാൽ, പാർട്ടി തീരുമാനിച്ചാൽ അത് നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ അങ്ങനെ പോകാൻ തയ്യാറാകാതെ ഒരു നിലപാടെടുത്തത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സത്യസന്ധതയുടെ അടയാളമാണ്. ഇപ്പോൾ കെ എം മാണിക്ക് അതില്ലായിരുന്നു എന്ന് കെ എം മാണി സാറിനും ഉണ്ടായിരുന്നു. കെ എം മാണി സാർ ആദ്യമേ ജോസ് കെ മാണിയെ കൊണ്ടുവന്നില്ലല്ലോ. കെ എം മാണി സാറ് മറ്റ് നേതാക്കൾക്കെല്ലാം അവസരം കൊടുത്ത് അവരെല്ലാം മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിച്ചപ്പോൾ മാണി സാർ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തെ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻ്റ്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിയില്ല, പിന്നീട് യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ വന്നു. പിന്നീട് അദ്ദേഹം മൂവാറ്റുപുഴ പാർലമെൻറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു, 3-ാം സ്ഥാനത്ത് പോകും. പിന്നീട് കേരള കോൺഗ്രസിനെ എല്ലാവരെയും വീണ്ടും മത്സരരംഗത്ത് വരുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്നു. പാർലമെൻറ്റിൽ കോട്ടയത്ത് പിന്നെ മത്സരിക്കാൻ സാഹചര്യം വരുന്നു. ഇതിനിടയ്ക്ക് കേരള കോൺഗ്രസിൻ്റെ യോജിപ്പ് നടക്കുന്നു. ആ യോജിപ്പിനെ തുടർന്നാണ് ജോസ് കെ മാണിയുടെ സുഗമമായ വിജയങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് അന്നേരത്തേക്ക് അദ്ദേഹം സജീവമായി പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നു എന്ന് പറഞ്ഞ പോലെയാണ് അബു ജോൺ ജോസഫും ITN പ്രൊഫഷണൽ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് പാർട്ടി പ്രവർത്തിച്ചു. പിന്നീട് യൂത്ത് ഫണ്ടിൻ്റെ ചാർജ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ച് സ്റ്റേറ്റ് കോർഡിനേറ്ററാക്കി. അങ്ങനെ നാച്ചുറലായ ഒരു ഇമ്പ്രൂവ്മെൻ്റാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. ജോസ് കെ മാണിയും തുടർന്ന് അതുപോലെ തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു. മാണി സാറിൻ്റെ മരണശേഷമാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിനു മുമ്പ് എല്ലാവർക്കും സ്പേസ് ഉണ്ടായിരുന്നു. ജോസ് കെ മാണി നിൽക്കുമ്പോഴും പി ജോസിനെ ഒഴിവാക്കിയില്ലോ. മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി നിൽക്കുമ്പോഴും പി ജോസ് കെ എം മാണിയുടെ പാത ജോസ് കെ മാണി പിന്തുടർന്നില്ല, ഇല്ലേ? രാഷ്ട്രീയ മാന്യതയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അത് അദ്ദേഹത്തിന് അതിനകത്തൊരു രാഷ്ട്രീയമായൊരു പാളിച്ച പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാണി സാറിൻ്റെ മരണശേഷം പാർട്ടിയുടെ പിളർപ്പിലേക്ക് പോകാനുണ്ടായ കാരണം മാണി സാറിൻ്റെ പിന്തുടർച്ചാവകാശം ആർക്കെന്നുള്ള വിഷയം വന്നല്ലോ. ആ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നത് സത്യത്തിൽ മകനിലേക്കാണ്. കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന പാർട്ടിയുടെ മാണി സാറാണ് നേതാവ്. അതിൻ്റെ പിന്തുടർച്ചാവകാശം മകനായ ജോസ് കെ മാണിയിലേക്കാണ് എന്ന് മാണി സാർ മരിച്ചുപോയി, അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ജോസ് കെ മാണി നിലപാടെടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് കൂടെയുള്ളവരും പറഞ്ഞു അതിൻ്റെ പൈതൃകവും അതിൻ്റെ പിന്തുടർച്ചയും ജോസ് കെ മാണിക്ക് തന്നെയാണ്. പക്ഷേ അതിൽ രാഷ്ട്രീയമായ മാന്യതയും രാഷ്ട്രീയമായ സത്യസന്ധതയും നമ്മുടെ മാണി സാറിന് ശേഷം PJ ജോസഫ് സാറും CF തോമസുമായിരുന്നു സീനിയർ ലീഡേഴ്സ്. അവർ രണ്ടുപേരും പാർട്ടി നയിക്കട്ടെ എന്നൊരു തീരുമാനം എടുക്കുന്നതിൽ ജോസ് കെ മാണിക്ക് സഹകരിക്കാൻ കഴിഞ്ഞെങ്കിൽ പാർട്ടി പിളരിയല്ല. കേരള കോൺഗ്രസ് ഒന്നിച്ച് ഒരു വൻ ശക്തിയായിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ ജോസ് കെ മാണിക്ക് ഉണ്ടാവും? ഒരിക്കലും ഉണ്ടായില്ല. ജോസ് കെ മാണി പാലായിൽ MLA ആവും, ഒരു സംശയവുമില്ല. പാലായിൽ MLA ആവും. അദ്ദേഹം അവിടെ നിന്ന് തുടർന്ന് വരും, ലീഡർഷിപ്പിലേക്ക് വരും. പി ജോസഫ് സാർ തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചേ പോവുള്ളൂ. അല്ലാതെ എന്നെ പോലും ചേർത്ത് പിടിച്ചല്ലോ, അവർ ജോസ് കെ മാണിയെ ചേർത്ത് പിടിക്കായിരിക്കും. തീർച്ചയായിട്ടും ചേർത്ത് പിടിച്ച് എല്ലാം ചേർത്ത് വൻ ശക്തിയായിട്ട് വലിയ പാർട്ടിയായിട്ട് കേരള കോൺഗ്രസ് മുന്നോട്ട് പോയത്. പക്ഷേ നിർഭാഗ്യവശാൽ പിളർപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2 ചേരിയിലേക്ക് പോവുക പാർട്ടി. മാണി സാറും ജോസഫ് സാറും ഒന്നിപ്പിച്ച പാർട്ടിയെ പിന്നീട് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ, ഞങ്ങൾ UDF ഉറച്ചു നിൽക്കാനും തീരുമാനിച്ചപ്പോൾ 2 ചേരിയിലേക്ക് കേരള കോൺഗ്രസ് വീണ്ടും പോയി പിളരുകയാണ്.
അതെല്ലാം പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് ഒഴിവായിരുന്നെങ്കിൽ ഒരു സംശയവുമില്ല, കേരള കോൺഗ്രസിൻ്റെ ഒരു കരുത്തുറ്റ പാർട്ടിയായി വീണ്ടും പോകാമായിരുന്നു. അവിടെ ലീഡർഷിപ്പിൽ ജോസ് കെ മാണിയും മുഖ്യധാരയിൽ ഉണ്ടാകുമായിരുന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ അദ്ദേഹം മുഖ്യധാരയിൽ നിന്ന് ഇപ്പോൾ മാറിപ്പോയി എന്ന് തന്നെയാണ് അല്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജോസ് കെ മാണിയേക്കാൾ പരിചയസമ്പന്നാണല്ലോ താങ്കൾ. ഇല്ല, ഞാനതൊന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു അവകാശവാദം എനിക്കില്ല കേട്ടോ. ഞാൻ കൂടുതൽ കാലമായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നു എന്നുള്ളത് എന്നേക്കാൾ ബുദ്ധിപരമായിട്ട് കഴിവുള്ളയാളും എന്നേക്കാൾ പ്രഗത്ഭനായ നേതാവുമായിട്ട് ഞാൻ ജോസ് കെ മാണിയെ കാണുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ മോശക്കാരനെ കാണുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിൽ വിജയപരാജയങ്ങളുണ്ടാകാം, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടേ കാണുന്നുള്ളൂ. പക്ഷേ ഇടതുപക്ഷത്ത് നിൽക്കുന്ന മാണി ഗ്രൂപ്പ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. കനത്ത പരാജയമാണ് അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ നിലപാട് തെറ്റായിപ്പോയി എന്ന് കാലം തെളിയിച്ചു. അവർ ഞങ്ങളെ തീർക്കാൻ ശ്രമിച്ചു, ജനങ്ങൾ അവരെ തീർത്തു. ജനങ്ങൾ സംരക്ഷിച്ചു. ഞങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാട് ശരിയാണ് എന്ന് കാലം തെളിയിച്ചു. പക്ഷേ 2021 തിരിച്ചായിരുന്നു. അല്ല, 2021 ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ലല്ലോ. 2021 പി ജോസഫ് സാറും ഞാനും ജയിച്ചു വന്നു. രണ്ടും കേരള കോൺഗ്രസിലേക്ക് പോയില്ല അല്ലേ? അത് കേരളോട്ട UDF തകർച്ച ഉണ്ടായല്ലോ. 99 സീറ്റിൽ പിണറായി വിജയൻ നയിക്കുന്ന കേരള LDF ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. അവൻ 41 പേരെ ഇപ്പുറത്തുള്ളൂ. ആ 41 കോൺഗ്രസ് MLA ഇല്ല. മുസ്ലിം ലീഗിന് കുറഞ്ഞു, കേരള കോൺഗ്രസിനും കുറഞ്ഞു, എല്ലാ മറ്റു ഘടകകക്ഷികളൊക്കെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ അത് പൊതുവേ ഉണ്ടായ അത് UDF കുഴപ്പമല്ലോ. LDF അന്ന് കോവിഡിനെ പ്രയോജനപ്പെടുത്തി അന്ന് രണ്ടാമത്തെ വിജയം നേടിയെടുത്തുകൊണ്ടുണ്ടായ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ പക്ഷേ അതിനുശേഷം ഞങ്ങൾ ശക്തമായ മുന്നേറ്റം നടത്തി. പാർലമെൻറ്റ് ഇലക്ഷനിൽ വിജയിച്ചു, കോട്ടയത്ത് വിജയിച്ചു, പഞ്ചായത്ത് ഇലക്ഷൻ വിജയിച്ചു. ഇപ്പോൾ നിയമസഭാ ഇലക്ഷനിൽ ഞങ്ങൾക്ക് 10 സീറ്റാണ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിൽ 9 സീറ്റിൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയും ഏറ്റുമാനും കൂടെ കൂട്ടിയാൽ ശരിക്കും ജോസ് കെ മാണി ആഗ്രഹിച്ചതല്ലേ UDF വരാൻ? അത് ഉള്ള കാര്യം തന്നെയല്ലേ? അല്ല, അതറിയത്തില്ല നമുക്കത്. അതിൻ്റെ സത്യം എന്താണെന്ന് ആർക്കറിയാവുന്ന? അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ? പാർട്ടി ചെയർമാൻ എന്നുള്ള ജോസ് കെ മാണി തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ LDF സംതൃപ്തരാണ്, ഞങ്ങൾക്കാരുടെയും പുറകെ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ LDF നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നിടത്താണ് വിജയം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, ഞങ്ങൾ നിൽക്കുന്നിടത്താണ് വിജയം, ഞങ്ങൾ LDF തന്നെ നിൽക്കുന്നു, LDF ജയിച്ചു വരുമെന്ന് പറയും. പക്ഷേ അവർ നിന്നിടം തോറ്റു. 12 സീറ്റിൽ മത്സരിച്ചു, അവർ 12ലും പരാജയപ്പെട്ടു. കേരള കോൺഗ്രസ് 10 സീറ്റ് ഉണ്ടായിരുന്നത് UDF ഉണ്ടായിരുന്നത് 10ലും ഞങ്ങൾ മത്സരിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 9 സീറ്റ് ജയിക്കാൻ കഴിയുമായിരുന്നു. അതിൽ ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസുമായുള്ളൊരു ആഭ്യന്തര ധാരണയുടെ ഭാഗമായി ഒരു പ്രാവശ്യത്തേക്ക് മത്സരിക്കാൻ എന്ന നിലയിൽ ഞങ്ങൾ ആ സീറ്റുകൾ അവർക്കായി ക്രമീകരിച്ചു. അതുകൊണ്ട് UDF വിജയം നല്ലതായിട്ടുണ്ടായി. 9 സീറ്റിൽ എന്ന ഒരു ശോഭയോടെ 7 സീറ്റിൽ MLA അപ്പോൾ അത് കേരള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അഭിമാനകരമായൊരു വിജയമായി മാറി. അതുകൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി ഇനി രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പോകുന്ന കേരള കോൺഗ്രസ് UDF നിൽക്കുന്ന PJ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് ആയിരിക്കും. കേരള കോൺഗ്രസിൻ്റെ അണികൾക്ക് ഈ ഭയാനകമായ തകർച്ചയിൽ എത്തിയിരിക്കുന്ന LDF കൂടെ നിന്ന് ഇനി ആ പാർട്ടിക്ക് വളർന്നു വരുന്നതിന് പ്രായോഗികമായി കഴിയില്ല. കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ഒരു ജനതയുടെ വികാരവും ജനങ്ങളുടെ നിലപാട്, അധ്വാന വർഗം, കർഷകരും സാധാരണ മനുഷ്യരും എല്ലാം ഉൾപ്പെടുന്ന ജനവിഭാഗം ഇന്ന് UDF കൂടെ നിൽക്കാൻ തന്നെയാണ്. പക്ഷേ അവർക്ക് ഇപ്പോൾ UDF വരുവാനുള്ള സാഹചര്യവുമല്ല അല്ലേ? അങ്ങനെ കാരണം അത് പറ്റാത്തൊരു ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് വരാൻ കഴിയില്ല. അതിന് ഇപ്പോൾ പ്രസക്തിയുമില്ല. വരേണ്ട സമയത്ത് അവർ വന്നുമില്ല. അവർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എതിർക്കരുതെന്നൊരു പൊതു നിലപാടുണ്ടായിരുന്നു. അവിടെ പി ജോസഫ് സാറും പറഞ്ഞു അവർ വരുമെങ്കിൽ വരട്ടെ. പക്ഷേ ഞങ്ങളൊരു നിലപാടെടുത്തു, അവരുടെ പുറകെ നടന്ന് ഒന്ന് വരാമോ, അല്ലെങ്കിൽ അവരും കൂടെ വന്നാലേ ഇത് രക്ഷയുള്ളൂ എന്ന മട്ടിൽ നമ്മൾ ആരുടെയും പുറകെ പോകരുത്, അവർ വരുമെങ്കിൽ വരട്ടെ, ഞങ്ങൾ എതിർക്കുന്നില്ല. കാരണം UDF സ്വന്തം കാര്യം നിൽക്കാൻ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ UDF ശക്തി ദുർബലപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ സഹായം ഉണ്ടെങ്കിൽ ജയിക്കുള്ളൂ എന്ന നിലയിലേക്ക് നമ്മൾ പോകരുത് എന്നൊരു നിലപാടെടുത്തു. അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പം തെളിയിക്കപ്പെട്ടു. കാരണം സത്യത്തിൽ ഇവർ വരാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായി. കാരണം ഇവർ വന്നിരുന്നെങ്കിൽ അവരെന്താ പറയാൻ പോകുന്നത്? ഈ വിജയം ഉണ്ടാവും. ഈ വിജയം ഉണ്ടാകുമ്പോൾ അവർ പറയും കേരളത്തിൽ UDF ഈ അത്യുജ്വലമായ വിജയം, ഞങ്ങൾ നിൽക്കുന്നിടത്താണ് ജയം, അതുകൊണ്ട് LDF ഞങ്ങൾ കഴിഞ്ഞുകൊണ്ട് വന്നപ്പോൾ അവിടെ ജയിച്ചു, ഞങ്ങൾ UDF വന്നപ്പം ഇവിടെ ജയിച്ചു. അപ്പോൾ ജോസ് കെ മാണി വരാതിരുന്നത് നന്നായി. അല്ല, ജോസ് കെ മാണി വന്നിരുന്നെങ്കിൽ ഈ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റുമായിട്ട് അദ്ദേഹം പോയനെ. അവർ വലിയ ആനയെ കുതിര എന്നുള്ള മട്ടിൽ നമ്മുടെ നേതാക്കന്മാരെല്ലാം കൂടി വർത്തമാനം പറയുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. ആർക്കും അറിയത്തില്ല സത്യം എന്താണെന്നുള്ളത്. സത്യം ഇപ്പോൾ തെളിഞ്ഞു. അവർ വന്നില്ലെങ്കിലും UDF ഉജ്ജ്വലമായ വിജയം നേടി. അവരൊരു ശക്തിയല്ല എന്നുള്ളത് തെളിയിക്കാൻ അവസരം കൂടി. ഇപ്പോൾ അവർ കൈകാര്യം ചെയ്തിരുന്ന ജലസേചന വകുപ്പാണ് ഇപ്പോൾ താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ആ വകുപ്പ് താങ്കൾക്ക് കിട്ടിയിരിക്കുകയാണ്. എന്ത് തുടർച്ചയാണ്? അദ്ദേഹം കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പാണ് അതല്ലേ? അല്ല, അതിപ്പം പരിശോധിച്ചാലേ അറിയാവുള്ളൂ.
വകുപ്പിൻ്റെ അവസ്ഥ എന്നാന്നുള്ളത് കേരളം മുഴുവൻ കുടിവെള്ളം കിട്ടാത്തതും പൈപ്പ് വാട്ടറിലും മൊത്തം പ്രശ്നങ്ങളുടെയും അരിശിതാവസ്ഥയും ഒക്കെ ആയിട്ടുള്ള പരാതികൾ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സങ്കീർണമായ ഒരു വകുപ്പായിട്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുക. എന്നാൽ ഞാൻ ആ വകുപ്പിനെ കാണുന്നത് ഇത് കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് നേതാക്കൾ നേതൃത്വം കൊടുത്ത വകുപ്പാണ്. ഞാൻ 96-ൽ MLA ആയി ആദ്യ നിയമസഭ വരുമ്പോൾ ഇ.കെ. നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ജലസേചന മന്ത്രി എന്നാണ് പറയുന്നത്, പിന്നീടാണ് ജലവിഭവ ജലസേന. അന്ന് ബേബി ജോൺ സാറാണ്, കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ ബേബി ജോൺ സാറായിരുന്നു അന്നത്തെ ജലസേന മന്ത്രി. അപ്പോൾ ആദ്യം ഞാൻ MLA ചെല്ലുമ്പം ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിരുന്നു. അപ്പോൾ എനിക്ക് കടുത്തുരുത്തി വൈക്കം മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള സംയുക്ത കുടിവെള്ള പദ്ധതി ആദ്യ അനുവാദം തരുന്നത് ബേബി ജോൺ സാറാണ്. പിന്നീട് VP രാമകൃഷ്ണപിള്ള വന്നു. അതിനുശേഷം നമ്മുടെ മാണി സാറ് ഈ ജലസേചന വകുപ്പ് കൈകാര്യം ചെയ്തു. PJ ജോസഫ് സാറ് ജലസേന വകുപ്പിൽ നേതൃത്വം കൊടുത്തു. TM ജേക്കബ് ജലസേന വകുപ്പ് നന്നായി. അപ്പോൾ NK പ്രേമചന്ദ്രൻ. അപ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി നേതാക്കൾ കൈകാര്യം ചെയ്ത ഒരു വകുപ്പെന്ന നിലയിലുള്ള പ്രാധാന്യം ജലവിഭവ വകുപ്പിനുണ്ട്. എന്നാൽ അത് ഗുരുതരമായ പ്രതിസന്ധിയിലും തകർച്ചയിലും ഇവിടെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അല്ല, അദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നില്ല. വകുപ്പിന് എന്തോ പ്രശ്നങ്ങൾ അവിടെ അതിനകത്ത് സംഭവിച്ചതായിട്ടാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ കാണാൻ വരുന്നവരും മറ്റുള്ളവരൊക്കെ ഒന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് എന്നെ കരിപ്പിടിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയുണ്ട്. വാട്ടർ അതോറിറ്റിയൊക്കെ ഇങ്ങനെ ഒരു നീറിപ്പോഞ്ഞു നിൽക്കുകയാണ് എന്ന രീതിയിലൊക്കെയാണ് ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏതായാലും നാളെ ഇന്ന് വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ നാളെ പ്രധാന ഉദ്യോഗസ്ഥരുടെ മുഴുവൻ അടിയന്തര യോഗം നാളെ തന്നെ 3 മണിക്ക് തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുകയാണ്. റിവ്യൂ ചെയ്യാൻ വേണ്ടി എന്താണ് ഈ വകുപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്നതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുകയാണ്. പിന്നെ ഞാനതിലൊരു ആത്മവിശ്വാസത്തോടെ കാണുന്നത് പിന്നെ കേരളത്തിൽ റോഡ് ഏറ്റവും കൂടുതൽ തകർന്ന് കിടന്ന സമയത്താണ് PWD വകുപ്പ് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ 2 വർഷക്കാലം ഭരിച്ചപ്പം അവസരം കിട്ടിയപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുഴുവൻ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവമായി നിന്ന് പ്രവർത്തിച്ച് നമുക്ക് റോഡുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കേരളത്തിൽ മുടങ്ങിപ്പോയ എല്ലാ പ്രോജക്റ്റുകളും ആ കാലഘട്ടത്തിൽ പുനരാരംഭിച്ചു. ആ ഒരു ആത്മവിശ്വാസമുണ്ട് ഭവന നിർമ്മാണവുമുണ്ട്. ഭവന നിർമ്മാണം അതും വലിയ പ്രശ്നങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവയിലെങ്കിൽ വകുപ്പുകൾ പ്രതിസന്ധിയിലാണെന്ന് പറയുമ്പം നമ്മളതിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ആ തകർച്ചയിൽ നിന്ന് ജലവിഭവ വകുപ്പിനെയും ഭവന നിർമ്മാണ വകുപ്പിനെയും എല്ലാം കരകയറ്റി ഒരു ജനക്ഷേമ വകുപ്പാക്കി ഇതിന് രണ്ടിനെയും മാറ്റുക എന്ന ഒരു നിലപാടോടെ മുന്നോട്ട് പോയി ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ശരി, എല്ലാ ആശംസകളും. നന്ദി.